അല്ലെങ്കിൽ ഇന്നലെ മാധ്യമ വാർത്തകളിലൂടെയാണ് CPM അറിഞ്ഞത്. CPM ഇതുവരെ ഇത് അറിഞ്ഞിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു പദവി വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങി CPM നേതാവിന്റെ പേരിൽ ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് CPM അറിഞ്ഞിട്ടില്ല. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാണ് നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ മുന്നിൽ ഈ വിഷയം ഇല്ല എന്ന് കൃത്യമായി പറഞ്ഞു. അതിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഈ കണക്കിന് എങ്ങനെ ജീവിക്കാൻ? കൂടുതൽ എത്രയോ CPM അറിഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. പാർട്ടിയുടെ മുന്നിൽ വിഷയമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ചോദ്യത്തിന്റെ ഉത്തരമാകാം. പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. CPM ഈ ഇങ്ങനെ പദവി വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയിട്ടുണ്ട് ഒരു CPM നേതാവ്. അതും ഉന്നത CPM നേതാക്കളുടെ പേരൊക്കെ പറഞ്ഞ് കോഴ വാങ്ങിയിട്ടുണ്ട് എന്ന് CPM എന്ന പാർട്ടി അറിയുന്നത് ഇന്നും ഇന്നലെയുമായി വന്ന മാധ്യമ വാർത്തകളിലൂടെയാണോ? തീർച്ചയായും പാർട്ടിയുടെ മുന്നിൽ ഈ വിഷയം വരുന്നത് ഇന്നും ഇന്നലെയും വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്. അതിനു മുൻപ് ഒരു ധാരണയുമില്ല. പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന വ്യക്തി 22 ലക്ഷം രൂപ ഒരു കോഴിക്കോട്ടെ ഒരു കുടുംബത്തിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. പദവി വാഗ്ദാനം ചെയ്ത് PSC അംഗത്വം, പിന്നെ ആയുഷ് മിഷൻ, അങ്ങനെ മാറി മാറി പദവി വാഗ്ദാനം ചെയ്ത് ഇങ്ങനെ 22 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് CPM അറിഞ്ഞിട്ടേയില്ല. പാർട്ടിയുടെ മുന്നിൽ ഈ വിഷയം വരുന്നത് ഇപ്പോഴാണെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ക്ലാരിറ്റി എന്താണ്? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇന്നും ഇന്നലെയായിട്ട് പത്രങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി അടക്കം പ്രതികരിച്ചിട്ടുണ്ടോ? എന്നാ പിന്നെ പേടിക്കണ്ട. പത്രത്തിൽ വന്ന വാർത്ത എന്താണ്? 8 മാസം മുൻപ് കോട്ടൂളി ലോക്കൽ കമ്മിറ്റിയിൽ ഇങ്ങനെ ഈ കുടുംബം, വഞ്ചിക്കപ്പെട്ട കുടുംബം, പരാതി നൽകിയെന്നാണ്. അത് കഴിഞ്ഞ് കോട്ടൂളി ലോക്കൽ കമ്മിറ്റി ആ പരാതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയെന്നാണ്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആ പരാതിയിൽ സംസ്ഥാന നേതാവിന്റെ പേരുള്ളത് കൊണ്ട് ആ പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന കമ്മിറ്റിക്കും കൈമാറിയെന്നാണ്. ഒരു കൈവതം ആ പത്രവാർത്തയോടാണ് നിങ്ങൾ അതിനെ ഗൗരവമായി കണ്ട് പ്രതികരിക്കുന്നത്. അപ്പോൾ CPM അറിഞ്ഞു. CPMന്റെ കോട്ടൂളി ലോക്കൽ കമ്മിറ്റിയിൽ മാസങ്ങൾക്ക് മുൻപേ ഇങ്ങനെ ഒരു പരാതി വന്നു എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ അത് നിഷേധിക്കണ്ടേ? അങ്ങനെ ഒരു പരാതി CPM മുൻപിൽ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയണ്ടേ? പാർട്ടിയുടെ മുന്നിലില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് എന്തിനാണ്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അല്ല, ഞാനത് അങ്ങ് പറയണോളം പറയാനിരിക്കുന്ന ആളല്ലല്ലോ. ഞാൻ എന്റെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നത്. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. പാർട്ടിയുടെ മുന്നിൽ ഈ വിഷയം വന്നിട്ടില്ല എന്ന് പറഞ്ഞത് ആധികാരികമായിട്ട് ഞാൻ വീണ്ടും പറയുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. മുഹമ്മദ് റിയാസ് ഈ പരാതിയിൽ അദ്ദേഹത്തെ കൂടി വലിച്ചിഴക്കാൻ ശ്രമം നടത്തി, അദ്ദേഹമാണ് ഇതിന് പിന്നിൽ വരുത്തി തീർക്കാൻ ശ്രമം നടന്നു എന്നൊരു പരാതി പാർട്ടിക്ക് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എന്റെ പാർട്ടിയുടെ നിലപാട് വളരെ കൃത്യമായി അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു വിഷയം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇപ്പോഴാണ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അപ്പോൾ ഇന്നലെയും ഇന്നുമായി ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ വന്നു. അതിനുശേഷം CPM എന്ത് ചെയ്തു? ഇന്ന് നിയമസഭയിലടക്കം കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. PSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഏറ്റവും സുതാര്യമായി പ്രവർത്തിക്കേണ്ട ഭരണഘടനാ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് തരത്തിൽ അലിഗേഷൻ ഉയർന്നു വന്നാലും അത് പരിശോധിക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. അതനുസരിച്ച് പരിശോധനയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയും.